പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 6 ശനിയാഴ്ച എല്ലാവർക്കും വേണ്ടി സ്നേഹവന്ദനം. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധായ നയിക്കുക. ആമേൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വചനം
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് തരണമേ. ഓക്കെ, എനിക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഞാൻ എൻ്റെ ധ്യാനത്തിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷയം എന്താ അറിയാമോ? ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓരോ വരികൾക്കുണ്ടല്ല മാർക്ക് ഇടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് എന്നിട്ട് കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും. എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പം 2 മാർക്കാണ് വിചാരിച്ചോ. അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു 6 മാർക്ക് വരും. ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് എന്ന് 2 മാർക്ക് ഞാൻ ഇടണമെന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക്കൽ ബ്ലെസ്സിൻ്റെ പാക്കേജിലുള്ളതാണ്. ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ബ്ലെസ്സിങ് കൊടുത്തത്. എന്താ കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ ഈ ആഹാരം ഇല്ലാതെ കീഴടക്കാൻ പറ്റുക? ആഹാരം ഇല്ലാതെ പെരുകാൻ പറ്റുക? ആഹാരം ഇല്ലാതെ വളരാൻ പറ്റുക? അപ്പൊ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ആ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് ഇല്ലേ, ജനറൽ ബ്ലെസ്സിങ്സ്, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ്, ഇതിൽ ഓരോ മനുഷ്യൻ്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നില്ലേ, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. യോഹന്നാൻ 4:32. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം, എൻ്റെ ആഹാരം, എൻ്റെ ഭക്ഷണം. അയച്ചതിന്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എൻ്റെ ആഹാരം. അപ്പം അതിൻ്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും. ലൂക്ക 10-ാം അധ്യായം 8-ാം വാക്യം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അത് നിസ്സാരമല്ല. നമ്മൾ ഇതൊന്നും ഫിസിക്കലല്ല. ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അകത്ത് സ്പിരിച്വൽ കൊണോട്ടേഷൻസ് ഉണ്ട്. എന്താ കാര്യം? നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വിളമ്പി കിട്ടണ ചിലപ്പോൾ നമുക്ക് അപമാനം വിളമ്പി കിട്ടും, ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും, ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും, ചിലപ്പോൾ അവർ ഒഴിവാക്കും. അത് നമ്മൾ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നു വേണ്ട ആഹാരം പോലെ പോകുന്നത്. ഈ ആഹാരം കഴിച്ചാണ് ആത്മാവ് വളരണത്, കൃപയിൽ വളരണത്. അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഈശോ നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും. അത് ഒരു വശമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല. ആദ്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ അന്നു വേണ്ട ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതികമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ് തന്നെ. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സന്താനപുഷ്ടിയോടെ പെരുകി വർദ്ധിക്കാൻ പറഞ്ഞപ്പോഴും അന്നു വേണ്ട ആഹാരം അത് ആ പാക്കേജിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 2 മാർക്ക് മാത്രം കൊടുക്കണം അതിന്. പക്ഷേ അതിൻ്റെ അകത്ത് 8 മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് കാര്യം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ. പക്ഷെ അങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം
കർത്താവിൻ്റെ നമുക്കൊന്നുമില്ല, നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല, നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അത് നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയില്ലേ, അതിനകത്ത് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമെന്നില്ലേ. അപ്പം ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ രണ്ടാം പകുതി. എന്താണ്? ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ നിങ്ങൾ രക്ഷിക്കണമേ എന്ന്. അപ്പം പ്രലോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും മറന്ന് നമ്മൾ ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ്, ആനുകൂല്യങ്ങളാണ്. അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം, അത് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അത് ഒക്കലായിട്ട് ചെയ്യണമല്ലത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ രണ്ടാം പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവനാമം പൂജിതമാകുകയും ചെയ്യും. അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതിന് 8 മാർക്കാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടക ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അതിനൊക്കെ 6 മാർക്കുണ്ട്. അത് 6 മാർക്കും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിരുവൻ രക്ഷിക്കുന്നതിന് 8 മാർക്കുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് ഈ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ റോമൻ 4:20 അനുസരിച്ച് വളരാൻ പറ്റും. ഓക്കെ അല്ലേ? പ്രൈസ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.